ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എഗ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ബോയിൽഡ് എഗ് ഫ്രൈ. ഈ ഐറ്റം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണേ. അപ്പോൾ ഞാൻ എഗ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കഴുകി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബോയിൽ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇത് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവേ. മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേറെ വേറെ ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാവേ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു സവാള കുനുകുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇത് പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സവാളയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ച കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവേ. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവേ. നമ്മുടെ എഗ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നോട് പറയുകയും വേണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ബൈ.